കേരളത്തിൽ CPM BJP ബാന്ധവുണ്ട്. BJP സ്ഥാനാർത്ഥിയെ നിർത്താൻ തയ്യാറായില്ല. ആക്ഷേപം കേട്ടപ്പോഴാണ് പേരിനൊരാളെ പിടിച്ച് നിർത്തിയത്. എന്നിട്ട് ആ വോട്ട് കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പച്ചയ്ക്ക് വർഗീയത എല്ലാ വീടുകളിലും പോയി CPM പറയുകയാണ്. പച്ചയ്ക്ക് വർഗീയത പറയുക അവിടെ. എന്നിട്ട് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി, ഈ ഗോവിന്ദൻ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയിൽ ജയിച്ചിട്ടുള്ള MLA അല്ലേ? നേരത്തെ ജയിച്ചിട്ടില്ലേ? പല പ്രാവശ്യം 3 പതിറ്റാണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടിയത്. എന്നിട്ട് ഇന്ന് പറയുക, ദേശാഭിമാനി വായിച്ചിട്ടാണ് പറയണത്, എന്താണ് UDF അസോസിയേറ്റ് മെമ്പറാക്കിയത്. ഞാൻ അന്നേ മറുപടി പറഞ്ഞാണ്, ദേശാഭിമാനി അല്ല UDFിലെ ഘടകകക്ഷികളെ എടുക്കുന്ന സംവിധാനം. അവിടുത്തെ എഡിറ്റോറിയൽ ബോർഡ് കൂടിയിട്ടല്ല UDFിലെ ഘടകകക്ഷികളെ എടുക്കണം. ഒരു ദിവസം ദേശാഭിമാനിലൊരു വാർത്തയാണ്, വെൽഫെയർ പാർട്ടിയെ UDFിലെ അസോസിയേറ്റ് അംഗമാകും. അവരാണ് തീരുമാനിക്കുന്നത്. UDFിൽ ഒരു അസോസിയേറ്റ് അംഗം ഇല്ല. ഇപ്പോൾ ഒരു അസോസിയേറ്റ് അംഗം ഇല്ല. ഇന്നലെ പറയേണ്ട ആവശ്യം എന്താ? ഞങ്ങൾ പണ്ട് ഒരുമിച്ചായിരുന്നു എന്ന് ഇന്നലെ പറയേണ്ട ആവശ്യം എന്താ? എല്ലാവർക്കും അറിയാമല്ലോ, അടിയന്തരാവസ്ഥക്കാലത്ത് ഇവർ ഒരുമിച്ചായിരുന്നു. ഇപ്പോഴത്തെ മറുപടിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അന്ന് മാത്രമായിരുന്നു, അന്നത്തെ ജനതാ പാർട്ടിയുമായിട്ട് മാത്രമല്ല BJP ഉണ്ടായതിനു ശേഷം. അതിന് മറുപടി പറയണം. അവിടുത്തെ സ്ഥാനാർത്ഥിയും രാവിലെ വലിയ വർത്തമാനം പറഞ്ഞല്ലോ, ജനതാ പാർട്ടിയായിട്ടാണ് കൂടിയെന്ന്. BJPയുമായി കൂട്ടുകൂട്ടിയതിൻ്റെ പടമാണ് ഞാൻ കാണിച്ചത്. BJPയുമായി എല്ലാവർക്കും അറിയാലോ, 89-ൽ രാജീവ് ഗാന്ധിയെയും കോൺഗ്രസിനെയും തോൽപ്പിക്കാൻ 80-ലുണ്ടാക്കിയ BJPയുമായി കൂട്ടുകൂടിയില്ലേ? പിന്നെ എന്തിനും ജനതാ പാർട്ടി എന്ന് പറയുന്നത്? ജനതാ പാർട്ടിയൊക്കെ പിരിച്ചുവിട്ട് ഇവരുണ്ടായതിനു ശേഷം, BJP ഉണ്ടായതിനു ശേഷം അവരുടെ കൂടെ ആയിരുന്നു. ഇവർക്ക് ഒരു മടിയില്ല. ഇവർ കാലാകാലങ്ങളിൽ അവരുടെ കൂടെ എല്ലാ ശക്തികളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഇടത് കൈയിൽ PDPയെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. അബ്ദുൽ നാസർ മദനി ഏറ്റവും വലിയ തീവ്രവാദി ആയതുകൊണ്ട് ഞങ്ങൾ കേരള പോലീസ് തമിഴ്നാട് പോലീസിന് പിടിച്ചു കൊടുത്താണ് എന്ന് അവകാശപ്പെട്ടാണ്. വലതുഭാഗത്ത് പേരൂർക്കടയിലെ ആസാമിയല്ല, പേരൂർക്കടയിലെ തെറ്റിദ്ധരിക്കരുത്, ആ സാമിയും കൂടി കൂട്ടുപിടിച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇടതുഭാഗത്ത് PDPയും വലതുഭാഗത്ത് ആസാമിയും. എന്നിട്ട് പറയാം, ഞങ്ങൾ മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുക. ഇടതും വലതും തോളിക്കഴിട്ട് നിൽക്കുന്നത് PDPയുടെയും ആസാമിയുടെയും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എത്ര കാപഢ്യമാണ്! കേരളത്തിൻ്റെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ ലാഫിംഗ് സ്റ്റോക്കായി, പരിഹാസപാത്രമായി CPM നിൽക്കുന്ന കാഴ്ചയാണ്. നാളെ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ നടക്കാൻ പോകുമ്പോൾ ഇന്ന് കാണുന്നത് വെപ്രാളമാണ്. ഒരു വെപ്രാളം കാട്ടിയിട്ട് കാര്യമില്ല. ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിന് നിലമ്പൂരിലെ ജനത ആര്യാടൻ ഷൗക്കത്തിനെ തിരഞ്ഞെടുക്കാൻ തന്നെ.